നമസ്കാരം. നമസ്കാരം. അതായത് മലബാർ മേഖലയിൽ PV അൻവറിൻ്റെ സാന്നിധ്യം വലിയ ഷാഫി തരംഗമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പം മധ്യ കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ അടുത്ത ഇലക്ഷനിൽ? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ട്രെൻഡ്, UDFന് അനുകൂലമായ ട്രെൻഡ് അതേപടി തുടരുമോ അല്ലെ പിന്നോട്ടടിക്കുമോ, അതിനേക്കാൾ ശക്തമായി അടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മധ്യകേരളത്തിലെ ട്രെൻഡിൻ്റെ കാര്യം പറയുമ്പോൾ ആലപ്പുഴയും വേണം മധ്യകേരളം എന്ന് കൂട്ടാം. ആലപ്പുഴ ഒഴിച്ചുള്ള എല്ലാ മധ്യകേരള ജില്ലകളും, കോട്ടയായാലും പത്തനംതിട്ടയായാലും തൃശ്ശൂരായാലും ഇടുക്കി ആയാലും എല്ലാം UDFന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, എംഫാറ്റിക്കായിട്ട് ആർക്കും യാതൊരു സംശയവും ഉണ്ടാകാത്ത രീതിയിൽ വോട്ട് ചെയ്തിരിക്കുന്നു. അത് ചെറിയ കാര്യമല്ല. പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് മാണിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും എവിടെ വന്നു? കോൺഗ്രസിൻ്റെയും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെയും സ്വാധീനം പ്രകടമായി. ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം എന്ന് പറയുന്നത്, പിണറായി വിജയൻ കഴിഞ്ഞാൽ ക്യാബിനറ്റിലെ നമ്പർ 2 അല്ലെ വെള്ളാപ്പള്ളി നടേശൻ്റെ മാനസപുത്രൻ എന്ന് പറയപ്പെടുന്ന ശ്രീ വാസവൻ്റെ മണ്ഡലമായി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിച്ചിരിക്കുന്നു. അവിടെ മൊത്തം 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് UDFനുണ്ട്. അപ്പോൾ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി തന്നെ പോയി. അവരുടെ കയ്യിൽ നിന്നും BJP പോലും കാൽവാരൊന്ന് പേടിച്ചിരുന്ന സ്ഥലത്ത് പോലും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ആർക്ക് കിട്ടി? കോൺഗ്രസിന് കിട്ടുകയാണ്. ഈ മാറ്റം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ഓർമ്മ ഇപ്പോൾ നമുക്കൊന്ന് ഓർക്കാം, എനിക്കൊന്നും അത്ര ഓർമ്മയില്ല, എന്നാൽ പോലും ഒരു കാലത്ത് കേരള കോൺഗ്രസ് ഉണ്ടായ സമയത്ത് PT ചാക്കോയുടെ പ്രതാപകാലത്ത് ഈ സെൻട്രൽ ട്രാവൻകൂറിലെ മുഴുവൻ സീറ്റുകളും കേരള കോൺഗ്രസ് ജയിച്ച സ്ഥലം. അതായത് നായർ ക്രിസ്ത്യൻ കോമ്പിനേഷൻ്റെ ബലത്തിൽ ജയിച്ച സ്ഥലം. അതിന് പകരം ഒരു മതേതര നായർ ക്രിസ്ത്യൻ കോമ്പിനേഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ മൊത്തം 46 സീറ്റാണുള്ളത്. പത്തനംതിട്ട 5, കോട്ടയം 9, ഇടുക്കി 5, എറണാകുളം 14, തൃശ്ശൂർ 13, അങ്ങനെ 46 സീറ്റാണ് ഉള്ളത്. ഈ 46 സീറ്റിൽ UDFന് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്? LDFന് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്? 40 സീറ്റ് വരെ സുഖമായിട്ട് UDFന് കിട്ടും. അത് ഏതൊക്കെയാണ്? 6 സീറ്റ് എവിടേക്ക്? 6 സീറ്റ് അതല്ല എളുപ്പം. 6 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ചെന്നാൽ നാട്ടിക, കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള സീറ്റുകളുണ്ട്. തൃശ്ശൂർ ജില്ലയിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ 2 സീറ്റ് ഒഴികെ 10 സീറ്റിലും LDF ആണ് മുന്നേറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ലീഡ് ഭയങ്കര നെഗ്ലിജിബിൾ ആയിരിക്കും. നെഗ്ലിജിബിളായ വടക്കാഞ്ചേരി 1742, ഒല്ലൂരിൽ 2533, ബാക്കിയെല്ലാം നാട്ടികൽ 5000 ഗുരുവായൂരിൽ 1360 വോട്ടിൻ്റെ ഇതാണുള്ളത്. കഴിഞ്ഞ ദിവസം മുരളീധരൻ അവിടെ ലീഡ് ചെയ്ത സ്ഥലം. ഗുരുവായൂർ മാത്രമേ ലീഡ് ചെയ്തു. പിന്നെ കുന്നംകുളം 9418 വോട്ട്, 7900 ചേലക്കര, അങ്ങനെ പോണു. ചേലക്കരയിൽ ഈ അടുത്ത ഇലക്ഷനിൽ 12,000 വോട്ട് വരെ ലീഡ് ചെയ്ത 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. കഴിഞ്ഞ നിയമസഭയിൽ 12,000 വോട്ട് ഉണ്ടായിരുന്നു. അത് കുറഞ്ഞപ്പോൾ 7,900 കുറഞ്ഞു. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ആണെങ്കിൽ 9,435 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇരിഞ്ഞാലക്കുട 5,968 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. 50,000 വോട്ട് ഭൂരിപക്ഷം. അതെ. ചാലക്കുടിയിൽ 12,000 വോട്ടിൻ്റെ UDFനാണ്. പുതുക്കാട് 9,778 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFനാണുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? കാരണം ഈ ഒരു ട്രെൻഡ് വന്നിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ അട്ടിമറിച്ചുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ വലിയ അട്ടിമറിയാണ് നടന്നത്. അവിടെ സുരേഷ് ഗോപി എഫക്റ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും UDFന് തിരിച്ചടി കിട്ടി. BJP മുന്നേറി, CPM ഒക്കെ താഴേക്ക് പോയി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു അന്ന് CPM സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഒന്നാമത് വരുന്നത്. അത് ശരിയായിരുന്നോ എന്നുള്ളതാണ് മറുപടി പറയുന്നത്. CPM സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. മാത്രമല്ല, അവിടുത്തെ ഡൊമിനൻ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മറ്റു രീതിയിൽ സ്വാധീനിക്കാൻ, അവരുടെ മറ്റ് താല്പര്യങ്ങൾ, കോളേജ്, വ്യവസായം ഒന്നും ഇങ്ങനത്തെ സ്വാധീനിക്കാനായിട്ട് BJPക്ക് സാധിച്ചു. പിന്നെ രണ്ടാമത്, സുരേഷ് ഗോപി ഒരു സാധാരണ മനുഷ്യനുള്ള നിലയിൽ ജനങ്ങളെ മണ്ണിലേക്ക് ഇറങ്ങിയവരായി തൃശ്ശൂർ ചെയ്തത്. അതിനുള്ള ചെപ്പടി വിദ്യകൾ മുഴുവൻ അങ്ങർക്കറിയാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അതിൽ ഒരു പ്രാവശ്യം വീഴും ആൾക്കാർ, ഒറ്റ പ്രാവശ്യം. ഒരു കല്ലിൽ തട്ടി തന്നെ കെമിക്കൽ വീണു. ഒരു കല്ലിൽ തട്ടി തന്നെ 2 പ്രാവശ്യം വീഴുന്ന മണ്ഡലമെന്നാണ് പറയുന്നത്. തൃശ്ശൂർക്കാർ ഒരു കല്ലിൽ തട്ടി 1 പ്രാവശ്യം വീണ് കഴിഞ്ഞു. ആദ്യത്തെ തവണ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ വന്ന തദ്ദേശ ശരിക്കും സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഇത് ഇന്നതാണ് എന്നവർക്ക് മനസ്സിലായി. വെറും പറ്റിക്കുന്ന പരിപാടിയായിരുന്നു. ആളുകളെ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ഇതിനിടയിൽ എന്താണ് കലിങ്ക് ചർച്ച,
പിന്നെ എന്താണ് ആൽത്തറ ചർച്ച, ചർച്ച ഇതൊക്കെ ഒലിച്ചുപോയി. അയാളുടെ ഉണ്ടായിരുന്ന വ്യക്തിത്വം കൂടെ. സുരേഷ് ഗോപിക്ക് മറ്റൊരു പേഴ്സണാലിറ്റി, BJP-യേക്കാൾ കൂടുതലായിട്ട് പറയുന്ന വാക്ക് പാലിക്കുന്ന, ഒരാൾക്കൊരു 10 രൂപ കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു എന്നൊരു വാക്കുണ്ടായിരുന്നു. പക്ഷേ അതുപോലും BJP-യുടെ കെയർ ഓഫിൽ വന്നപ്പോഴത്തേക്ക് ആ വാക്കിൻ്റെ വില പോലും പോയി. പല കാര്യങ്ങളുണ്ട്. അപ്പം അത് BJPക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലമാണ് തൃശ്ശൂരിൽ എവിടെയും BJPക്ക് ഒരു നേട്ടം പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉള്ള സ്ഥലം കൂടി ഒലിച്ചു പോയി എന്നുള്ളതാണ് ഈ തദ്ദേശ. അതുകൊണ്ട് തന്നെ UDF അനുകൂലമായിട്ട് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ആളുകൾ പോലും വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം ഈ സർക്കാർ വിരുദ്ധ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഏറ്റവും വൈകാരികമായി ചിന്തിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. ഈ ശബരിമല ഇഷ്യൂവിൽ ഹൈന്ദവ വോട്ട് മുഴുവൻ ഒരു പരിധിവരെ NDAക്ക് അനുകൂലമായി പോൾ ചെയ്തിരുന്നു എന്ന് വേണമെന്ന് കരുതാൻ. ഇപ്പോൾ ഈ ഇലക്ഷനോടുകൂടി എന്തായിരിക്കും അവിടെ മാറ്റണം? ഈ ഇലക്ഷനിൽ സാർ പറഞ്ഞ സാമുദായികമായ ചേരിതിരിവ്, സമുദായമായ ഒരു വിഭാഗം സുരേഷ് ഗോപിക്ക് BJP-യിലേക്ക് പോയി. അതുവഴി 5-6 സീറ്റുകളിൽ അവർക്ക് ഒന്നാമത് എത്താൻ പറ്റി. 2-3 സീറ്റുകളിൽ രണ്ടാമത് എത്താൻ പറ്റി. അപ്പോൾ ഈ 5-6 സീറ്റുകളിൽ ഒന്നാമത് എത്തി എന്ന് പറയുന്ന ആ വോട്ടുകൾ സുരേഷ് ഗോപിയിൽ വിശ്വാസം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ BJP-യിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായ വോട്ടുകൾ BJP-യിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയേ പറ്റൂ. അതെങ്ങോട്ട് ഒഴുകും? CPM-ലേക്ക് പോവില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു. CPM-ലേക്ക് ആ വോട്ട്, BJP-ക്ക് നഷ്ടപ്പെടുന്ന വോട്ടുകൾ CPM-ലേക്കല്ല പോകുന്നത്, UDF-ലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ UDF-ന് അട്ടിമറി സാധിക്കും. ഇപ്പോൾ 12 സീറ്റാണ് ഇപ്രാവശ്യം ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 12 സീറ്റിൽ 13 സീറ്റിൽ 11 സീറ്റും LDF-ന് അനുകൂലമായി നിൽക്കുന്ന ജില്ലയിൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് 3 കൂട്ടിയാൽ മതി. കൊടുങ്ങല്ലൂർ, നാട്ടിക, കയ്പമംഗലം, അങ്ങനെ 3-4 സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം UDF-ന് അനുകൂലമായി എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ എറണാകുളം കഴിഞ്ഞാൽ എറണാകുളത്തെ പിന്നെ എല്ലാ സീറ്റും UDF-ന് അനുകൂലമാണ്. അങ്കമാലി, ആലുവ, എറണാകുളം, തൃപ്പൂണിത്തുറ, കളമശ്ശേരി, കൊച്ചി, വൈപ്പിൻ 5572 വോട്ടിന്റെ UDF-ന് അനുകൂലമാണ്. പറവൂര് 15,000-ന് മേലുണ്ട്. കുന്നത്തുനാട് 5,176 UDF-ന് മുന്നിൽ. അപ്പം മൊത്തം എടുത്തു കഴിഞ്ഞാൽ 14 സീറ്റിലും UDF മുന്നിൽ നിൽക്കുകയാണ്. ഒറ്റ സീറ്റുണ്ട്, സംശയമുള്ള സീറ്റുണ്ട്. ഇല്ല, ഒരു സീറ്റും ഇല്ല. അതങ്ങനെ അതിൻ്റെ അല്ലേ പറഞ്ഞു. പെരുമ്പാവൂര് ചിലപ്പോൾ നെഗറ്റീവ്. ഇപ്രാവശ്യം പെരുമ്പാവൂര് UDF-ന് അനുകൂലമായ തരം കാണാണ്ടായിരിക്കുന്നത്. പെരുമ്പാവൂർ എത്ര വോട്ട് ഭൂരിപക്ഷം? 8,619 വോട്ടിന്റെ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി കിട്ടുന്നുള്ള സംശയമുള്ളൂ. അല്ല, അത് നമുക്കറിയാം. പിറവത്ത് 14,000 വോട്ടിന്റെ ഭൂരിപക്ഷം, മൂവാറ്റുപുഴയിൽ 14,476 വോട്ട്, കോതമംഗലം LDF ജയിച്ച സ്ഥലമാണ്, 10,998 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇവിടെയാണ് VD സതീശൻ 296 സഭ. അതെന്താണ്? ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധാരാളം യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. NSSൻ്റെ യോഗത്തിൽ നായരായിട്ടല്ല പങ്കെടുക്കുന്നത്, പ്രതിപക്ഷ നേതാവായിട്ടാണ് പങ്കെടുക്കുന്നത്. SNDPയുടെ യോഗത്തിലും നായരായിട്ടല്ല, പ്രതിപക്ഷ നേതാവായിട്ടാണ് പങ്കെടുക്കുന്നത്. സഭയുടെ യോഗങ്ങളിൽ പോലും കോൺഗ്രസിൻ്റെ മതേതര പ്രതിപക്ഷ നേതാവായിട്ടാണ് പങ്കെടുക്കുന്നത്. അത് പല സഭകളും അംഗീകരിക്കുകയും, ചെറിയ മീറ്റിങ്ങുകളൊന്നുമല്ല പങ്കെടുത്തത്, 300ഓളം മീറ്റിങ്ങുകളിൽ തന്നെ സഭയായിട്ട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ സതീശന് ഭയങ്കര ഉജ്ജ്വലമായ സ്വീകരണം നൽകി. അതായത് ഈ ഇലക്ഷൻ സ്ട്രാറ്റജി കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ച് സതീശൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഈ കഴിഞ്ഞ 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും വൻ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ചേലക്കരയായിട്ട് 40,000 വോട്ടിൽ നിന്ന് 12,000 വോട്ടിലേക്ക് കുറയ്ക്കാൻ പറ്റി. ഇപ്പം ഇതും കൂടെ പരിഗണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല സതീശൻ. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഒരു സയന്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എവിടെ സ്ട്രൈക്ക് ചെയ്യണമെന്ന് എപ്പോൾ സ്ട്രൈക്ക് ചെയ്യണമെന്ന് അറിയാം. ഒരു ചാണക്യനാണ് ഈ രംഗത്ത് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ പറയുന്ന എറണാകുളത്ത് കംപ്ലീറ്റ് സീറ്റ് അവർക്ക് തന്നെ പോകാനാണ് സാധ്യത. കോട്ടയത്ത് കിടക്കുകയാണെങ്കിൽ ഇപ്പം അവർക്ക് 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഭൂരിപക്ഷമുള്ള. വൈക്കത്ത് 2,422 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളൂ. അസംബ്ലിയിലും അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഏക സീറ്റ് വയ്ക്കാം. അല്ല, അത് 2,422 ഉള്ളൂ. അത് വേണം പറയാം. പക്ഷെ അവിടെ കോൺഗ്രസ് സംഘടനാ മെഷീനറി ഇല്ലാതായി. അല്ല, ഇപ്പം 2,422 ഭൂരിപക്ഷമുള്ള LDF-ന്. അതാണ് ഏറ്റവും പ്രത്യേകത. കാഞ്ഞിരപ്പള്ളിയിൽ 6,683 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളത്. പാലയിൽ 1,523. പക്ഷെ അവിടെ മറ്റേ പാലായിൽ മേയറുടെ പുതിയ ചെയർമാനോടെ വരുമ്പോഴത്തേക്കും
പാലായിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഭയങ്കരമാണ്. അല്ല പാലയിൽ അല്ലെങ്കിലും നമ്മുടെ മാണി സി കാപ്പൻ ജയിക്കുന്ന വോട്ടിനെ അതുപോലെ LDF തരംഗത്തിൽ 10,000 വോട്ടിനെ ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിലേക്ക് ഭയങ്കര ജയിച്ചില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ഇലക്ഷനിൽ ഈ പറയുന്ന കോട്ടയത്തെ 9 സീറ്റുകൾ ഈ സഭകളുമായിട്ടുള്ള ഈ മീറ്റിംഗ് പങ്കെടുത്ത സതീശൻ കൃത്യമായി അടുത്തിട്ട് ഇളക്കി കഴിഞ്ഞു. ഇപ്പം എന്താ വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിൽ LDFന്റെ അടിത്തറ ഇളകി കഴിഞ്ഞു. അതെല്ലാം കൂടെ ഒഴിച്ചു പോകുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഭയങ്കരമായി ശബരിമല എഫക്റ്റ് ഉണ്ടാവും. ഈ BJPക്ക് അനുകൂലമായി ചെയ്ത ആൾക്കാർ വൈകാരികമായിട്ട് ഒരു ഉദാഹരണം UDFിലേക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പിണറായിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്തിറങ്ങിയാൽ അങ്ങനെ നായന്മാരുടെ തന്നെ തിരികെക്കും. അതുകൊണ്ട് പ്രസ്താവനകളിൽ മാത്രം പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനമായിരിക്കും സുകുമാരൻ നായർ സ്വീകരിക്കുന്നത്. കാരണം അയാളുടെ മരുമകന്റെ പ്രശ്നം കൊണ്ടാണ് അയാൾ കുടുങ്ങിപ്പോയത്. ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ അയാൾ പ്രതിയാവുകൊണ്ടാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ സുരേഖയുടെ നിയമന കേസുണ്ട്. അതെ. പിന്നെ ഇനി വരുന്നത് പത്തനംതിട്ടയാണ്. നമ്മൾ ഇടുക്കി പത്തനംതിട്ടയിൽ 5 സ്ഥലങ്ങളിലും ഭയങ്കര ഭൂരിപക്ഷത്തിനാണ് ഇപ്പം നിൽക്കുന്നത്. ഉടുമ്പൻചോലയിൽ 45,000 വോട്ടിന് ഭൂരിപക്ഷം നിന്ന സ്ഥലത്ത് 196 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ്. അല്ല 196 വോട്ട് UDFന് അനുകൂലമാണ്. MM മണിയുടെ നാട്ടിൽ പോലും UDFന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ മുമ്പേ പറഞ്ഞ ക്രിസ്ത്യൻ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഷിഫ്റ്റ്. അത് ഒരു സമയത്ത് ജോയിസ് ജോർജ് എന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് PT തോമസിനെ ശവമഞ്ചത്തിൽ വരെ കിടത്തി ബിഷപ്പിനെ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യിച്ച് ഒരു ക്രിസ്ത്യൻ ഷിഫ്റ്റും ഇവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ പറ്റി. മാത്രമല്ല KM മാണിയുടെ വിശ്വസ്തനായ റോഷി അഗസ്റ്റിനൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് കോൺഗ്രസ് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കിയിൽ 14,247 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFനാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കുക പത്തനംതിട്ട, ഇത് അത്രയും സ്ഥലങ്ങൾ നമുക്ക് ഈ മധ്യ കേരളം എന്ന് പറഞ്ഞ് കണക്കൂട്ടാം. ആറന്മുള, കോന്നി, റാന്നി, അടൂർ, തിരുവല്ല ഈ പറയുന്ന 5 മണ്ഡലങ്ങളിൽ നമ്മളെ വീണ ജോർജിന്റെ സ്ഥലത്ത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFനുള്ളത്. അവിടെ UDF ജയിക്കാൻ വീണ ജോർജ് മാത്രം മതിയല്ലോ. വീണ ജോർജിനെ നിന്ന് കഴിഞ്ഞാൽ UDFന് പാട്ടും പാടി ജയിക്കാം, വേറെ ആവശ്യമില്ല. പിന്നെ കോന്നിയിൽ 226 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFനുള്ളത്. പ്രമോദ് നാരായണൻ കേരള അല്ല കോന്നിയിൽ ഇയാളായിരുന്നു പിന്നെ ആ ഒരു വലിയ വേടനെ കൊണ്ടുപോകുന്ന അവിടെ വനം വകുപ്പിനെതിരെ. അപ്പോൾ അങ്ങേരായിരുന്നു ജിനേഷ് കുമാർ. പിന്നെ റാന്നിയിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അടൂരും UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. തിരുവല്ലയിൽ UDFന് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ ക്രിസ്ത്യൻ സഭകളുടേതും ശബരിമലയും ഏറ്റവും എഫക്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് എവിടെ ഈ പറയുന്ന പത്തനംതിട്ട. അങ്ങനെ നോക്കുമ്പോൾ 46 സീറ്റിൽ ആവറേജ് ഒരു 6 സീറ്റ് മാക്സിമം പോയാൽ 6 സീറ്റും കിട്ടുക പ്രയാസമാണ്. 6 സീറ്റ് മാക്സിമം പോയാൽ 6ഉം അല്ലെങ്കിൽ 0ഉം ആയിരിക്കും. 46 സീറ്റിന് ചിലപ്പോൾ UDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള ആദ്യം ഇത്ര ഒരു തെരഞ്ഞെടുപ്പ് പൂജ ആദ്യമായിട്ടായിരിക്കും UDFന് കിട്ടാൻ പോകുന്നത്. 46 കിട്ടിയാലും കഴിഞ്ഞ പ്രാവശ്യം 5 കിട്ടിയില്ലേ, LDFന് കിട്ടിയില്ലേ, അതുപോലെ തിരിച്ച് ഇപ്പുറം കിട്ടാം, തിരിച്ച് ഇങ്ങോട്ട് ട്രെൻഡ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം 46 UDFന്റെ ഈ ഇപ്പോഴുണ്ടായിട്ടുള്ളൊരു മുന്നേറ്റം ശബരിമലയും ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള മൊത്തത്തിലുള്ള വോട്ടും കൂടെ പിന്നെ പിണറായി വിരുദ്ധ തരംഗങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ പ്രാവശ്യം UDF 46 സീറ്റും കൊണ്ടുപോയാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യം.